അവസാനം 24 ചാനലും ശ്രീകണ്ഠൻ നായരും തുറന്നു പറയുകയാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അതിവേഗം പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് BJP ആണെന്ന്. പ്രവർത്തനവുമായി മുന്നോട്ട് പോയാലും ഇത്തരം ചാനലുകൾക്ക് അത് തുറന്നു സമ്മതിക്കാൻ മടിയായിരുന്നു. എന്താ, കാലം മാറിയോ? കാലം മാറിയത് മാത്രമല്ല, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ കണ്ടു മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീകണ്ഠൻ നായരുമൊക്കെ പരമപുച്ഛത്തോടു കൂടി വിജയിച്ചു. BJP കേരളത്തിലെങ്കിലും വരാൻ പോകുന്നു. പരമപുച്ഛത്തോടു കൂടി ഏകശില നിർമ്മിതമായിട്ടുള്ള CPM മാത്രമേ ഇവിടെ അധികാരത്തിൽ വരൂ എന്നുള്ള സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രവാചകന്മാരും അതിൻ്റെ പ്രാമാണികന്മാരും ഒക്കെ ആയിരുന്നു ഇവരെല്ലാം. അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞ അവരുടെ ഹോംവർക്കിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ഓരോരോ മണ്ഡലങ്ങളിലും ഏരിയകളിലും പ്രവർത്തിക്കേണ്ട നേതാക്കന്മാർ ആരൊക്കെ എന്നോ ഏകദേശ ധാരണയായിരിക്കുന്നു എന്നും മാത്രമല്ല, അതിനൊരു പടി കൂടി കടഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മുമ്പേ ഇന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന ആളായിരിക്കും സ്ഥാനാർത്ഥി, അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ എന്ന് നേരത്തെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് ഒരു ലിങ്ക് സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കും, ഫീലേഴ്സായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും പരിപാടികളും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനും ഒക്കെ വേണ്ടുന്ന അവസരങ്ങൾ കിട്ടും. ഒരു റാപ്പോ ജനങ്ങളുമായിട്ട് സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ റാപ്പോ സ്ഥാപിച്ചാൽ തന്നെ ഒരു പാലം ഉണ്ടാവുകയാണ്, ജനങ്ങളും ജനപ്രതിനിധിയും തമ്മിലുള്ള പാലം. അപ്പോൾ BJPയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള PR വർക്ക് ചെയ്യാനുള്ള അവസരവും നടക്കുക. അല്ലാതെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളെയൊക്കെ വെച്ചാണ് ഇപ്പോൾ പല പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അതിൽ നിന്ന് മാറി ജനങ്ങളുമായിട്ടുള്ള ഒരു നാഭീനാളബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. ഇപ്പം ജയിക്കാൻ വേണ്ടി നോക്കുന്നതാണ്, അല്ലാതെ അവിടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി നോക്കുന്നതല്ല. ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കെട്ടിവെച്ച തുക പോകാതിരിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. അവർക്കറിയാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ട് ഷെയർ. ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലിലും നഖശികാന്തം BJPയെ എതിർക്കുന്ന ചാനലിൽ പോലും അത് അംഗീകരിക്കേണ്ടി വന്നു. ആ സത്യം കാണേണ്ടി വന്നു. ഒരു പക്ഷേ അടുത്ത തവണ കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള എല്ലാ സന്നാഹങ്ങളും അവർക്കുണ്ട്. അതിനുള്ള ടീം വർക്കുണ്ട്, അതിനുള്ള ഗെയിം പ്ലാനുണ്ട്. ഇതാണ് ഹോംവർക്ക്. നന്നായിട്ട് അവർ ചെയ്യും. അവരുടെ ഹോംവർക്കാണ് ഏറ്റവും മുന്നേ. ഇത് പണ്ട് CPM ആയിരുന്നു ഇതിലൊക്കെ മുമ്പിൽ, വളരെ മുമ്പേ തന്നെ. പക്ഷേ CPMനെ ആ കാര്യത്തിലാണ് തോൽപ്പിച്ചുകൊണ്ട് BJP മുന്നേറിയിരിക്കുകയാണ്. ഇതൊന്നും ഒരു തർക്കവും അതുപോലെ തന്നെ വഴക്കും അടികലശലും ഉണ്ടാകാത്ത പോലെ, എബിൻ വർക്കിയെ പോലെ പിണക്കങ്ങളും പത്രസമ്മേളനങ്ങളോട് നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാതെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിഭവമുള്ളവർ പരിഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ ഇരിക്കുകയുള്ളൂ, പുറത്തു പോയി പറയുന്ന സ്ഥിതിയില്ല. അതൊരു സന്ദീപ് വാര്യർ മാത്രമേ ഉള്ളൂ, അയാളെ പാടൂർ ജയിലിൽ പിടിച്ചടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ സെല്ല് മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറങ്ങിയോ? സഹിക്കാൻ വയ്യ, രാത്രി ഇറങ്ങി. ദൈവമേ, ഇനി മേല ഇതുപോലെ പരിപാടിക്ക് പോകില്ലെന്ന് ആണയിട്ടുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും നന്നായി, ആനുഷംഗികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിതിലേക്ക് വന്നാൽ, നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 25% സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീകണ്ഠൻ നായർ പോലും 24 BJP നേതാക്കളെയാണ് ഇതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതിലെവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കുക. ഈ ഒരു തന്ത്രം CPM മണത്തറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് വളരെ ന്യായമായിട്ടുള്ള എയ്ഡഡ് സ്കൂളുകളിൽ ദിവ്യാംഗരെ നിയമിക്കുന്നതിൻ്റെ അനുവാദം പിന്തുടരണം. അത് ഭരണഘടന പ്രകാരം കൊടുക്കേണ്ടതാണ്, നിയമപ്രകാരം കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കണമെന്ന് ശക്തമായിട്ട് വാദിച്ച ശിവൻകുട്ടി അതെന്തായാലും കൊടുത്താൽ മതി എന്നുള്ള ഒരു കോംപ്രമൈസിലേക്ക് പോയത്. തിരുമേനി അച്ഛാ പോറ്റി എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ പുറകെ നിന്ന് മുത്തമിട്ടത്. അതേ പാദപൂജ എന്നൊരു പരിപാടി ഗവർണറുടെ ഓഫീസിൽ നടന്നു, രാജ്ഭവനിൽ നടന്നു എന്നതിൻ്റെ പേര് ഗവർണറെയും ഹിന്ദുമതത്തെയും ആകമാനം പരിഹസിച്ച ആശാന്മാരാണ് ഇപ്പം ഇങ്ങനെയൊക്കെ കാല് പിടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതുപോലെ പല കാര്യങ്ങളിലും അവർ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിജാബ് പ്രശ്നത്തിൽ അവരാദ്യം ഹിജാബിനുള്ള സ്വാതന്ത്ര്യം വേണം എന്നും പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ വരെ ഇറക്കി. ആളിക്കത്തിക്കാനുള്ള ശ്രമമായിരുന്നു കർണാടകത്തിലെ പോലെ. ആളിക്കത്തിച്ച് വിജയിക്കാൻ, വർഗീയത ആളിക്കത്തിച്ച് വിജയിക്കാൻ ശ്രമം നടത്തി.
പക്ഷേ തിരിച്ചടിച്ചു. അവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ശക്തമായിട്ടൊരു നിലപാടെടുത്തതോടുകൂടി അത് നിങ്ങളെല്ലാം തീർത്തെങ്കിൽ അത് മതി എന്ന് പാവത്താനെ പോലെ കാല് പിടിച്ച് പറയേണ്ട ഗതി ഇതേ മന്ത്രിക്ക് തന്നെ വന്നു. എന്തൊരു നാണക്കേട്! ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തൻ്റെ ആദർശം പണയം വെച്ചുകൊണ്ട് BJPയെ പേടിച്ചിട്ട് സഭാധ്യക്ഷന്മാരുടെ കാല് പിടിക്കുക, കാല് കഴുകുക എന്നുള്ള സ്ഥിതിയിലേക്ക് കമ്മ്യൂണിസം തരം താഴ്ന്നിരിക്കുന്നു. ഇതിനെ കമ്മ്യൂണിസം എന്ന് ആരും പറയത്തില്ല. ചെമ്പിനെ സ്വർണമെന്ന് പറയുന്ന പോലെ ആയിരിക്കും ആ പേര്. ശബരിമലയിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആഗോള അയ്യപ്പ സംഗമവും BJPയെ പേടിച്ച് ചെയ്തതാണ്. പക്ഷേ അതും തിരിച്ചടി. അയ്യപ്പൻ പണി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട്. പാർട്ടിയിൽ G. സുധാകരൻ എന്ന് പറഞ്ഞ ആദർശ അഴിമതി തീണ്ടാത്ത രാഷ്ട്രീയക്കാരനും വായി തോന്നുന്നു വിളിച്ചു പറയുന്ന സജി ചെറിയാനും തമ്മിൽ മുട്ടനാടി നടക്കുകയാണ്. ഇത് സംസ്ഥാന CPM സെക്രട്ടറിയുടെ കഴിവുകേടാണ്, മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ്. CPM എന്ന ആ പാർട്ടിയുടെ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് കടകവിരുദ്ധവും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾ കേട്ടിരിക്കുന്നതും തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനും അപ്പുറം ഇവരുടെ ഗെയിം പ്ലാനിലുള്ളത് കൊച്ചിയും കൂടെ ഉണ്ട്. 2020 പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതും കൂടി കൈക്കലാക്കാനുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ അവിടെ സംജാതമായിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും പരമാവധി അവർ ഉപയോഗിക്കുമെന്ന് നമ്മൾ കരുതണം. പിന്നെ വർക്കല കഴക്കൂട്ടം അസംബ്ലി അവിടെ മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കാൻ അവർ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വലിയ നേട്ടം കൈവരിച്ചതാണ്. തൃശ്ശൂർ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ. അപ്പോൾ സുരേഷ് ഗോപിയോട് അതൃപ്തി ഉണ്ടെന്നുള്ള വാദം അവിടെ പൊളിഞ്ഞു കഴിഞ്ഞു. പത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ അല്ല സത്യം. കൊച്ചിയിൽ ചുമതല ഏറ്റവും ഉചിതനായിട്ടുള്ളൊരു വ്യക്തിയെ തന്നെ, ജോർജ് കുര്യൻ. കാരണം അവിടെ ആ ഒരു സഭയ്ക്ക് ഭൂരിപക്ഷമുള്ള, ലത്തീൻ കത്തോലിക്കരുടെ വലിയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ജോർജ് കുര്യനെ തന്നെ വെച്ചുകൊണ്ട് പിന്നെ സാബു കിഴക്കമ്പല അതുണ്ടല്ലോ, അവരുടെ 2020 പാർട്ടിയുടെ അവരുടെ സാബുവിനെ കൂടി പിടിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം കേന്ദ്രത്തിൽ അധികാരം വേണം. ഈ വ്യവസായങ്ങളൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അധികാര കേന്ദ്രങ്ങൾ വേണം. അതിന് പറ്റിയ ആളാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ഇൻ്റർലൊക്യൂട്ടറായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവരുമായിട്ട് ചങ്ങാത്തം സ്ഥാപിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജോർജ് കുര്യൻ എന്ന് പറയുന്ന വലിയ സുരേഷ് ഗോപിയെ പോലെ ഗ്ലാമറുള്ള നേതാവല്ലെങ്കിലും കാര്യപ്രാപ്തിയോടെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം, ഹരിപ്പാട് അതുപോലെ ആലപ്പുഴ ജില്ലയിൽപ്പെട്ടതാണ്. അവിടെ ശോഭാ സുരേന്ദ്രനെയാണ് ബുദ്ധിപൂർവ്വം ഏൽപ്പിച്ചിരിക്കുക. ഇതൊക്കെ കണക്ക് കൂട്ടി തന്നെയാണ്. കാരണം ആലപ്പുഴയിൽ BJPയെ വിജയത്തിൻ്റെ വക്കത്തോളം എത്തിച്ച നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഹരിപ്പാടിൻ്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനിയും തിരുവല്ല ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. അവിടെ അനൂപ് ആൻ്റണിയെ തന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. പാലയിൽ മാണിയുടെ തട്ടകമാണ്. ജോസ് കെ മാണിയെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കടിഞ്ഞാണിടാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷോൺ ജോർജാണ്. ഷോൺ ജോർജിന് അത് കഴിയും. കാരണം മാണി ഉണ്ടായിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണി അത്രയും പ്രഭാവമില്ലാത്ത ആളായതുകൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയും. അവരുടെ കുതിരയെ പിടിച്ചു കെട്ടാൻ ഷോൺ ജോർജിന് കഴിയും. ഈരാറ്റുപേട്ടയിലെ ചുമതല PC ജോർജിനാണ്. അതിനപ്പുറം വേറൊരാളെ വയ്ക്കാനില്ല അവിടെ. അത് അവിതർക്കിതമാണ്. തിരുവനന്തപുരത്ത് പറഞ്ഞു കേൾക്കുന്ന പേര് ശ്രീലേഖ IPS-നാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് അവർ കേരളത്തിലെ ആദ്യത്തെ DGP-യാണ്, വനിതാ DGP. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു പ്രഭാവമുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ചാനലുമുണ്ട്. അത് നല്ല വ്യൂവർഷിപ്പുള്ള ഒരു ചാനൽ. സ്വന്തമായിട്ട് അവർ തന്നെ എഡിറ്റ് ചെയ്ത്, അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, അവർ തന്നെ അവതരിപ്പിച്ച് ഇറക്കുന്നുണ്ട്. സ്ത്രീകൾക്കിടയിൽ വലിയൊരു സാന്നിധ്യമാകാൻ തിരുവനന്തപുരത്ത് അവർക്ക് തീർച്ചയായിട്ടും കഴിയുന്നതാണ്. ഇരിങ്ങാലക്കുടയിൽ കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ കേൾക്കാത്ത ഒരു പേരാണ് ജേക്കബ് തോമസ്, IAS-കാരൻ. ആ ലെവലിൽ ഒരാളിനെയാണ്. അപ്പോൾ നേതൃത്വം, ഇവർക്കെല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, മാനേജ്മെൻറ്റ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും അതാണ് ഗുണം, മാനേജ്മെൻറ്റ് ക്വാളിറ്റി ഉണ്ട്. ബിസിനസ് ലൈക്കായിട്ടാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 25 സീറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടണം, ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. കോർപ്പറേഷനുകൾ ഇത്രണ്ണം കിട്ടണം. കറക്റ്റായിട്ട് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം അവിടെ നിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അബ്ദുള്ളക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ട്. കോഴിക്കോടില്ല, കണ്ണൂരിൻ്റെ ചുമതല അബ്ദുള്ളക്കുട്ടിക്കും, K. സുരേന്ദ്രന് കോഴിക്കോടിൻ്റെ ചുമതലയുമാണ് കൊടുത്തിരിക്കുന്നത്.
കാരണം കെ സുരേന്ദ്രൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും അത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ അതിപ്പോൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴേ അവർ ഹോംവർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് നടത്താൻ കഴിയും. ഒരുപക്ഷെ കൊച്ചി, തിരുവനന്തപുരം, തൃശ്ശൂർ 3 കോർപ്പറേഷനുകൾ പിടിച്ചു കഴിഞ്ഞാൽ അത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അടിത്തറ ഇളക്കുന്ന സംഭവം തന്നെ ആയിരിക്കും. ഒരുപക്ഷെ 24 ന്യൂസും ഈ ഒരു സത്യം ഇപ്പോൾ പരോക്ഷമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.